രാമകഥയെ ആസ്പദമാക്കി കേരളത്തിൽ ഒരു ടൂറിസം വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വിദേശ നാണ്യവും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പണവും ഒക്കെ നേടത്തക്ക രീതിയിൽ കേരളത്തിന് പൊസിഷൻ ചെയ്യാനാവുന്ന ഒരു നിലയിലായിരിക്കെ ആ ഒരു സാധ്യതകളെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലും പ്രക്രിയകൾ അരങ്ങേറുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവിടെ വൈദേശിക ശക്തികൾ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ നമുക്ക് തെളിവുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഭാരതത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില ശക്തികളെങ്കിലും ഈ ഇതിഹാസത്തിന് വേരോട്ടം ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്, കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ വേരോട്ടം ഉണ്ടാകുന്നില്ല. അങ്ങനെ വേരോട്ടം ഉണ്ടായാൽ അത് ഭാരതീയ ജനതാ പാർട്ടി എന്നൊരു രാഷ്ട്രീയ കക്ഷിയെ മാത്രമേ സഹായിക്കൂ എന്ന രീതിയിൽ നിലപാടുകൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞ ഭാരതത്തെ കണ്ടെത്തൽ, ഭാരതത്തെ ഒരുമിപ്പിക്കൽ എന്ന ഒരു ദൗത്യം അവിടെ പാതി വഴിയിലാവുകയാണ്. ഇവിടെ ഭാരതത്തിൻ്റെ ഒരുമയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അസ്തിത്വത്തിനും ഒരു പരിധിവരെ സ്വത്വത്തിനും നിദാനമായ ഒരു വലിയ ശാലകപുരുഷനായിരുന്നല്ലോ ശ്രീരാമൻ. ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശമേറ്റ ഒരു നാടാണ് കേരളം എന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിനെ തുച്ഛീകരിച്ച് കാണാതെ ആ വിശ്വാസത്തിൽ നിന്നും സാധ്യതകളുടെ ലോകത്തേക്ക് നമ്മുടെ മനസ്സുകളെ പറിച്ചു നടുകയല്ലേ വേണ്ടത്. ഇവിടെ നോക്കൂ, ജഡായു പാറ, ചടയമംഗലം പ്രദേശത്തെ ജഡായു പാറ, എത്രത്തോളം വികസന സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നിരുന്നത്. അപ്പം ഇത് രാമായണ കഥയിൽ പരാമർശമുള്ളതും ഇവിടെ ഒരു വിഭാഗം ആളുകളെങ്കിലും ആഴത്തിൽ വിശ്വസിക്കുന്നതുമായ ആ ജഡായു സങ്കല്പത്തിൻ്റെ ഒരു ഭൗതികാവിഷ്കാരമായി ആ പാറയെ കാണുമ്പോൾ, അതുപോലെ ശബരിമലയുടെ പിന്നിലെ രാമായണ ബന്ധം പറയുമ്പോൾ നോക്കൂ എത്രത്തോളം വിശാലമായ ഒരു ഭൂമികയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ശബരിമല തന്നെയല്ലേ. ആ ശബരിമലയിലേക്ക് വരുന്ന മണ്ഡല പൂജകാലത്ത് വരുന്ന ലക്ഷക്കണക്കിന് ഈ തമിഴ്നാട്ടുകാർ, ആന്ധ്രാപ്രദേശിലെ ആളുകൾ, കർണാടകത്തിൽ നിന്നുള്ളവർ, വടക്കേ ഇന്ത്യയിൽ നിന്ന് പോലുമുള്ളവർ, നോക്കൂ ആ ശബരിമലയുടെ അസ്തിത്വം തന്നെ ഒരു മനോഹരമായ സമഞ്ജസമായ കൂടിച്ചേരലല്ലേ ശബരിമലയുടെ ആ ശാസ്താസങ്കല്പം. ഇവിടെ നോക്കൂ, ഈ ശരണമന്ത്രങ്ങൾ, ശരണമെന്ന് പറയുന്നത് സ്വാഭാവികമായും ബുദ്ധമതക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു ഒറിജിനലി. അപ്പം ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, മാർഗം ശരണം ഗച്ഛാമി എന്ന രീതിയിലുള്ള ശരണമന്ത്രങ്ങളാണ്. ഈ ശരണമന്ത്രങ്ങൾ ഒരു ശബരിമല എന്ന ആ ഒരു കുന്നിൻ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരണമന്ത്രങ്ങളുടെ വലിപ്പം നോക്കൂ. ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയെ ശരണം. അപ്പം ശൈവിക് ഹിന്ദുവിസത്തിൻ്റെയും അതാണ് ഹരൻ, ഹരിഹരൻ. അതുപോലെ വൈഷ്ണവ വിശ്വാസത്തിൻ്റെയും ഹരി. അപ്പം ഹരി എന്ന മഹാവിഷ്ണുവിൻ്റെ ആ ഒരു വൈഷ്ണവ ഒരു സെക്ട്. അതുപോലെ ശൈവ വിഭാഗം, ഹരിഹരസുതൻ, ആ സങ്കലനത്തിലുണ്ടായ സംയോഗത്തിലുണ്ടായ പുത്രൻ. അപ്പോൾ അയ്യൻ എന്ന പ്രാദേശിക ഒരു ഡൈറ്റി, ഒരു ദൈവ ചൈതന്യം. അപ്പം അയ്യനായും അയ്യപ്പനായും, അതൊരു പുതിയ ദൈവസങ്കല്പമായ അയ്യപ്പനായും അത് സ്വാംശീകരിക്കപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളലാണ്. അതുപോലെയാണ് ഗൗതമ ബുദ്ധൻ്റെ രൂപമാണല്ലോ ശസ്തൻ അല്ലെങ്കിൽ ചാത്താൻ, ചാത്തല ശാസ്താവ്. അപ്പോൾ ശാസ്താസങ്കല്പം, അപ്പം ബൗദ്ധ ചൈതന്യത്തെയും അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗങ്ങളുടെ, അതായത് ശൈവ വൈഷ്ണവ വിഭാഗങ്ങളുടെയും ഇവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന തിണകളുടെ ദൈവസങ്കല്പമാണ്. അത് കുറിഞ്ചി നിലമാണ് അല്ലെ, ആ വലിയ മലകളാണ് ഈ നാനിലത്തെ അല്ലെങ്കിൽ ഐന്തിണകളുടെ ദൈവസങ്കല്പമായിരുന്ന ചാത്തൻ. ഇതെല്ലാം തന്നെ സംയോജിക്കുമ്പോൾ അവിടെ ജാതിയില്ല. അപ്പം ജാതി കോട്ടകളെ തച്ചുടച്ചുകൊണ്ട് ശബരിമല പോലെയുള്ള സങ്കല്പം ഉണ്ടാവുകയും ആ സങ്കല്പം ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ ശ്രീരാമ കഥയുമായി ശബരിമലയെ ബന്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്. അപ്പം ഇവിടെ ഇത് വിശ്വാസവും ചരിത്രവും ഒരു പരിധിവരെ മാറ്റിവെക്കുക. പക്ഷേ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ഏകതയുടെ ഒരു സ്വരം, അപ്പം ഈ രാജ്യത്തിൻ്റെ ആസേതു ഹിമാലയം ഇത് മുഴുവൻ പ്രദേശത്തും വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുമിപ്പിക്കുന്ന ഒരു ചരടിൽ കോർത്തിണക്കാൻ കഴിയുന്ന ഒരു രാമകഥാ സങ്കല്പം. ആ സങ്കല്പം നമ്മുടെ ദേശീയ ഉദ്ഗ്രഥനത്തിനെയും രാജ്യത്തിൻ്റെ ശക്തിയെയും ഒരു പരിധിവരെ രാജ്യത്തിൻ്റെ പ്രൈഡിനെയും
ഈ നമ്മുടെ ഒരു അസ്തിത്വവും പ്രൈഡും ഉണ്ടല്ലോ, നമ്മൾ ഭാരതീയനാണ് എന്ന് പറയുന്നൊരു പ്രൈഡുണ്ടല്ലോ, അതിന് പിന്നിൽ അപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏകപക്ഷീയമായി തുച്ഛീകരിച്ച് കാണേണ്ട ഒരു ചൈതന്യമല്ല ശ്രീരാമൻ എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം, പ്രാൺ പ്രതിഷ്ഠാകർമ്മം നാളെ ഉച്ചയ്ക്ക് അയോധ്യയിൽ നടക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ മൊത്തം പൈതൃകമായി കാണാൻ എല്ലാ മതസ്ഥരും, എല്ലാ ജാതികളും, എല്ലാ വിഭാഗങ്ങളും, എല്ലാ പ്രദേശത്തുള്ളവരും ശ്രമിക്കണം. ഇവിടെ ശത്രുതാപരമായി എന്നോട് ചോദിച്ചത് മറ്റ് രാജ്യങ്ങൾക്കല്ലെങ്കിൽ വൈദേശിക ശക്തികളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? ആത്യന്തിക തലത്തിൽ എല്ലാവരും ഭാരതത്തെ ചെറിയ ഭയാശങ്കകളോട് കൂടി തന്നെയാണ് കാണുന്നത്. നോക്കൂ, ഇവിടെ ഉണ്ടായ ഭാരതത്തിന് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ ഒരു ഹൈറാർക്കിക്കൽ ഒരു ഗ്രേഡിൽ നമ്മൾ വളരെ താഴെ തട്ടിലായിരുന്നു. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ പരിതാപകരമാണ്. ഇപ്പോഴും അത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. എന്നാൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത്, ബഹിരാകാശ രംഗത്ത്, അതുപോലെ സാമ്പത്തിക രംഗത്ത് 5ാമത്തെ വലിയ സമ്പദ് ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. നമ്മൾ ബഹിരാകാശത്തേക്ക് ചന്ദ്രയാൻ, മംഗൾയാൻ, ഇനി ആദിത്യ L1 പദ്ധതി, അത് ഗഗൻയാൻ, ശൂന്യാകാശത്തേക്കുള്ള യാത്രകൾ എന്നിങ്ങ് വേണ്ട എല്ലാ രീതിയിലും ഭാരതം ചിറക് വിരിക്കുകയും ഭാവിയിലേക്ക് ഇപ്പം 6 മുതൽ 8% വരെ കൺസിസ്റ്റൻ്റായി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വളർച്ചാ നിരക്ക്, അത് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിനും അതിന് ക്രെഡിറ്റ് കൊടുത്തെങ്കിലേ പറ്റൂ. ഈ കഴിഞ്ഞ രണ്ട് UPA ഗവൺമെൻറ്റുകളും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഭവിച്ച 2 NDA ഗവൺമെൻറ്റുകളും എല്ലാം, അതാണ് ഞാൻ 20 വർഷം എന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ 20 വർഷം, 2 പതിറ്റാണ്ട് ഉണ്ടായ കൺസിസ്റ്റന്റ് ഗ്രോത്ത്, ഇത് ലോകത്തിൻ്റെ നെറുകയിലേക്ക്, പ്രത്യേകിച്ച് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഒരു 10 വർഷത്തിനുള്ളിൽ ഭാരതം തീർച്ചയായും എത്തപ്പെടും. സ്വാഭാവികമായും ചൈന അങ്കലാപ്പിലാണ്. സ്വാഭാവികമായും ഹൈറാർക്കിയിൽ മാറ്റം വരുമ്പോൾ അമേരിക്കയും അതുപോലെ പാശ്ചാത്യ ചേരികളും ഒക്കെ തന്നെ വലിയ സങ്കല്പത്തിലാണ്. ഭാരതം മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു എൻജിൻ വേണം, ഒരു ഓപ്പറേഷൻ സിസ്റ്റം വേണം. ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒരു ചൈതന്യം ഉണ്ടാകണം. അത് ദേവചൈതന്യം എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഭാരതത്തിലെ ആളുകൾക്ക് മുഴുവനായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഒരു എൻറ്റിറ്റി ഉണ്ടാകണം. അവിടെ രാമക്ഷേത്രം ഒരു കേന്ദ്ര ബിന്ദുവായി അവിടെ വരികയാണ്. നമ്മുടെ ഇൻഡസ്ട്രി നോക്കൂ, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ നോക്കൂ, വലിയ രീതിയിൽ ഹൈന്ദവരാണ്. വിശ്വാസത്തെ മാറ്റി നിർത്തി വ്യവസായത്തെ കാണാനാവുമോ? വിദേശ രാജ്യങ്ങളിൽ പറ്റുമായിരിക്കും, പക്ഷേ ഭാരതത്തിൽ വിശ്വാസത്തെ മാറ്റി നിർത്തി വ്യവസായത്തെ കാണാനാവില്ല. ഓഹരി വിപണിയിൽ പോലും മുഹൂർത്ത വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമാണുള്ളത്. അങ്ങനെ ഒരു രാജ്യത്തെ നമ്മുടെ മനസ്സിനെ, ഭാരതത്തിൻ്റെ മനസ്സിനെ അറിയാതെ, നമ്മുടെ വ്യവസായ മനസ്സിനെ അറിയാതെ ഒരു വളരെ വലിയ ഒരു സാങ്കേതികമായ അർത്ഥത്തിൽ ഒരു സയൻറ്റിഫിക് സോഷ്യലിസം എന്ന ഒരു ചിന്ത മാത്രം നൽകിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക? അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ, അതിൻ്റെ നെഗറ്റീവ് സൈഡല്ല, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ, ധർമ്മസങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ഹൈന്ദവ ഘടന എന്ന് പറയുന്നത് പൂർണ്ണമായും സെക്യുലർ അർത്ഥത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉൾക്കൊള്ളലിൻ്റെയും സമവായത്തിൻ്റെയും ഇതര മതങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെയും അർത്ഥത്തിൽ ആ ശ്രീരാമൻ എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ എല്ലാ വിഭാഗങ്ങൾക്കും സംശയലേശമന്യേ ഭരണത്തിന് സുതാര്യത ഉണ്ടാകണം, ഭരണത്തിൽ ഇരിക്കുന്നവർ സംശയത്തിന് അതീതരായിരിക്കണം, രാജപത്നി പോലും സംശയത്തിന് അതീതമായിരിക്കണം എന്ന രീതിയിൽ സംശുദ്ധമായ ഒരു ഭരണക്രമം ഉണ്ടാകണമെങ്കിൽ ചില ഐഡിയൽസ് മുന്നോട്ട് വെക്കാനാവില്ല എങ്കിൽ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക? അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം, വളരുന്ന രാജ്യം, ഭാവിയിലെ വൻ ശക്തിയായ രാജ്യം, ഇപ്പോൾ തന്നെ വലിയ ശക്തി തന്നെയാണ്, അതിന് ഊർജം പകരുന്ന ഒന്നാന്തരം ഒരു നാഴികക്കല്ലാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ആ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ, വിഘടിപ്പിക്കാനല്ല, ഒരുമിപ്പിക്കാൻ, ഇൻറ്റഗ്രേഷന് വേണ്ടി സർദാർ പട്ടേൽ തുടങ്ങി വെച്ചതും ഇത് ഒരു പരിധി വരെ മനസ്സുകൾ സംയോജനം സാധ്യമല്ലാതെ പോകും ചെയ്തപ്പോൾ പ്രദേശങ്ങൾ സംയോജനം സാധ്യമായി, മനസ്സുകളുടെ ഏകോപനം. അപ്പം ദക്ഷിണേന്ത്യ മാറി നിന്നാൽ പറ്റില്ല, വടക്ക് കിഴക്കൻ ഇന്ത്യ മാറി നിന്നാൽ പറ്റില്ല, മണിപ്പൂർ മാറി നിന്നാൽ പറ്റില്ല, കാശ്മീർ മാറി നിന്നാൽ പറ്റില്ല. എല്ലാവരെയും കണക്ട് ചെയ്യാനുള്ള ഒരു പഴയ സങ്കല്പം, അതാണ് പഴയ ജനപദം.